പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണസമിതിയിൽ തുടക്കം മുതൽ തന്നെ CPM അംഗങ്ങൾക്കിടയിൽ ഭിന്നത ഒടുവിൽ പൊട്ടിത്തെറിയിലെത്തി. പരസ്പരം ചെളിവാരിയെറിയുന്ന വീഡിയോ പുറത്തുവന്നത് CPMന് നാണക്കേടായി മാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ പാർട്ടിയുടെ നടപടിയുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ കോട്ടയായ പല്ലാരിമംഗലത്ത് അവരെയും കോൺഗ്രസിനെയും പിന്തള്ളിയാണ് 2020 CPM അധികാരത്തിലെത്തിയത്. തുടക്കം മുതൽ ഭരണകക്ഷി അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. ഭരണസമിതിയുടെ പല യോഗങ്ങളിലും ഭിന്നത പ്രകടമായിട്ടുമുണ്ട്. ഈ ഭിന്നതയാണ് കാലാവധി തീരാനിരിക്കെ പൊട്ടിത്തെറിയിലെത്തിയത്. CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഏക വനിതയായിരുന്നു സീനത്ത് മൈദീൻ. എന്നാൽ അവരെ ഒഴിവാക്കിയാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ വിജയിച്ച ഖദീജ മുഹമ്മദിനെ പാർട്ടി പ്രസിഡന്റാക്കിയത്. ഇതിലുള്ള അമർഷവുമാണ് വാക്പോരിനിടെ സീനത്ത് മൈദീനിൽ നിന്നുണ്ടാകുന്നത്. പണം കൊടുത്തല്ലേ ആ സ്ഥാനത്ത് എത്തിയതെന്ന് പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശം സീനത്ത് നടത്തുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് മന്ത്രി P. രാജീവ് പഞ്ചായത്തിലെ അങ്കണവാടി മന്ദിരം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് പങ്കെടുത്തിരുന്നില്ല. ഭിന്നത മൂർച്ഛിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ വിട്ടുനിൽക്കൽ. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് ചെലവാക്കിയ തുകയുമായി ബന്ധപ്പെട്ടും മുമ്പ് ഭരണസമിതി യോഗത്തിൽ ബഹളമുണ്ടായിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് വഴി തുക ലഭിച്ചതാണെന്നും പഞ്ചായത്തിന് പണം ചെലവായിട്ടില്ലെന്നും UDF അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴത്തെ സംഭവവികാസം CPMന് നാണക്കേടായി മാറിയിരിക്കുകയാണ്. വീഡിയോ പ്രചരിച്ചതാണ് പ്രശ്നമായത്. ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ അമർഷമാണ് ചില അംഗങ്ങൾ ഈ വിധത്തിൽ പ്രകടിപ്പിച്ചതെന്ന് ഒരു നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർക്കെതിരെ പാർട്ടിയുടെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ഇപ്പോൾ നടപടിയെടുക്കുന്നത് പ്രചരണത്തെ ബാധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ വൈകിപ്പിക്കൽ. GTV ന്യൂസ്, പല്ലാരിമംഗലം.